അമ്മയുടെ വിളി കേട്ടാണ് അവൻ എണീറ്റത്. ഞാനിത് എവിടെയാണ്? എന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയേ? നിനക്കെന്താടാ, ബോധമില്ലേ? അമ്മ ചോദിച്ചു. അവളെ കണ്ടതും കൂട്ടുകൂടിയതും എല്ലാം പറഞ്ഞാൽ ഒന്നുകിൽ അമ്മ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ എന്തേലും കണ്ട് ഭയന്നെന്ന് പറയും. എന്തായാലും തൽക്കാലം ഒന്നും പറയണ്ട. അവൻ മുറ്റത്തുകൂടെ തേരാപ്പാരം നടന്നുകൊണ്ട് ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിച്ചു. കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയതും കരിമ്പന തോട്ടത്തിൽ വെച്ച് അവളെ കണ്ടതും സംസാരിച്ചതും കുറുക്കന്മാർ ഊരിയിട്ടതും പിന്നെ എത്ര ആലോചിച്ചിട്ടും ബാക്കി അങ്ങ് അവന് മനസ്സിൽ കിട്ടിയില്ല. എന്നാലും രാത്രി എപ്പോഴോ ഞാൻ ഇവിടെ എത്തിയത് എന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാകുമായിരുന്നു. അമ്മയോട് തന്നെ ചോദിക്കാം, അവൻ തീരുമാനിച്ച് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. മനു അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഇന്നലെ താൻ എപ്പോഴാ വന്നതെന്നും അമ്മയോട് ചോദിക്കുന്നു. അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് അവൻ സ്തംഭിച്ച് നിന്നുപോയി. കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് സന്ധ്യയ്ക്ക് ഇറങ്ങിയ മനുവാണ് അവൻ്റെ ഓർമ്മയിലുള്ളത്. പക്ഷേ അമ്മ പറയുന്നു അതിൽ നേരത്തെ എത്തിയെന്ന്. ഒന്നും അവന് മനസ്സിലാകുന്നില്ല. രാത്രിയാണ് അവൻ വന്നതെന്ന് അവന് നല്ല ഓർമ്മയുമുണ്ട് താനും. എവിടെയോ എന്തോ തകരാറുള്ള പോലെ അവന് തോന്നിത്തുടങ്ങി. അവൻ അവിടെ നിന്നും തൊടിയിൽ പോയിരുന്ന് ഓരോന്നായി മനസ്സിൽ ആലോചിച്ചു. കറങ്ങാൻ പോയി, പന്തം വാങ്ങി, അവളെ കണ്ടു. എന്നിട്ട് ആ പന്തം എവിടെ? അവൻ വീട്ടിലേക്ക് ഓടി. മുറിയിലും മുറ്റത്തും എല്ലാം നോക്കി. എവിടെയും കണ്ടുകിട്ടിയില്ല. ഒരു പക്ഷേ കരിമ്പന തോട്ടത്തിലുണ്ടാകും. അവിടെ മൊത്തം നോക്കിയെങ്കിലും ഒന്നും കണ്ടുകിട്ടില്ല. ഒടുവിൽ അവൻ ഒരു കാര്യമോർത്തു. പന്തം തന്നത് കൂട്ടുകാരനല്ലേ, അവനോട് തന്നെ പോയി ചോദിക്കാം. അങ്ങനെ മനു കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്ന് പന്തത്തെക്കുറിച്ച് ചോദിച്ചു. പന്തോ? ഞാനോ? നിനക്കോ? എന്താടാ, നിനക്ക് വട്ടായോ? അങ്ങനെ ഓരോന്നും ചോദിച്ചു. ഇത് കേട്ട് മനു പെട്ടെന്ന് അന്താളിച്ച് നിന്നുപോയി. എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നൊന്നും അവന് അറിയാൻ പറ്റാതെയായി. അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് മനു നേരെ വീട്ടിൽ ചെന്നു പോയി മുറി അടച്ചിരുന്നു. അന്ന് അവൻ ആരോടും മിണ്ടിയില്ല. തനിക്ക് എന്താ സംഭവിച്ചത് എന്ന് അവൻ ആരോടും പറഞ്ഞുമില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നി. സമയം കടന്നുപോയത് അവൻ അറിഞ്ഞില്ല. മുറിയിൽ ഇരുട്ട് വീണപ്പോഴാണ് അവൻ അത് മനസ്സിലാക്കിയത്. സന്ധ്യയായിരിക്കുന്നു. അവൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇന്ന് എന്തായാലും പോണം. എന്താ എനിക്ക് പറ്റിയതെന്ന് കണ്ടുപിടിക്കണം. അവൻ കാത്തിരുന്നു. അമ്മ കഴിച്ചു കിടന്നതും അവൻ ഫോണും കൊണ്ട് ഇറങ്ങി. ഫോൺ ഫ്ലാഷിൻ്റെ സഹായത്താൽ കുത്താകൂരിരുട്ടിൽ അവൻ ഇന്നലത്തെ അതേ സ്ഥലത്തേക്ക് എത്തി. പക്ഷേ ആരെയും അവിടെ കണ്ടില്ല. അവൻ എല്ലാം അവൻ്റെ സ്വപ്നങ്ങളാണെന്ന് കരുതി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കാഴ്ച അവൻ കണ്ടത്.